നമസ്കാരം. ഒരിക്കൽ കൃത്യമായ ഇടവേളകളിൽ വന്നിരുന്ന മഴയും വെയിലുമെല്ലാം ഇന്ന് വഴിമാറിയിരിക്കുന്നു. കേരളത്തിലെ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിലെ ഉഷ്ണതരംഗങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ നാം കണ്ട അപ്രതീക്ഷിത മഴയും വെള്ളപ്പൊക്കവും ഇതിന്റെ തെളിവാണ്. പ്രകൃതി അതിന്റെ താളം തെറ്റുമ്പോൾ അത് ലക്ഷക്കണക്കിന് ജീവനുകളെയും ഉപജീവന മാർഗങ്ങളെയും ഇല്ലാതാക്കുന്നു. UAE കാത്തിരിക്കുന്നത് വലിയൊരു കാലാവസ്ഥാ മാറ്റമാണ്. UAE ശീതകാലം കടക്കുന്നതിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം പ്രകടമാകുന്നുണ്ട്. റോഡുകളിലെ കാഴ്ചപരിധി ഗണ്യമായി കുറഞ്ഞതോടെ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടുകയും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അലർട്ടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ വടക്കൻ എമിറേറ്റുകളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെ ജാഗ്രതയിലാക്കുന്നു. മാറിയ ഈ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും പ്രവാസികൾ അറിഞ്ഞിരിക്കണം. ചൊവ്വാഴ്ച രാവിലെ മുതൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. വരും മണിക്കൂറുകളിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി UAE ചില ഭാഗങ്ങളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ കനത്ത മൂടൽമഞ്ഞ് അബുദാബി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ റോഡുകളിലെ ദൃശ്യപരിധി കുറയുകയും ജനജീവിതത്തെയും ഗതാഗതത്തെയും ബാധിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ അബുദാബിയിലെ അൽ ഹംറ, മദീനത്ത് സായിദ്, അൽ ജസീറ, മക്കാരിസ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കൂടാതെ അന്തരീക്ഷത്തിലെ ദൃശ്യപരിധി ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം വരും ദിവസങ്ങളിൽ രാവിലെ 10 മണി വരെ തീരദേശ മേഖലകളിലും ഉൾപ്രദേശങ്ങളിലും ദൃശ്യപരിധി പരിമിതമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ റോഡുകളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അബുദാബി പോലീസും കാലാവസ്ഥാ കേന്ദ്രവും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. കനത്ത മൂടൽമഞ്ഞ് കാരണം ദൃശ്യപരിധി കുറഞ്ഞ സാഹചര്യത്തിൽ വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കണമെന്നും സ്പീഡ് ലിമിറ്റുകളിൽ വരുത്തിയിട്ടുള്ള താൽക്കാലിക മാറ്റങ്ങൾ ഡ്രൈവർമാർ കർശനമായി പാലിക്കുകയും വേണം. അതേസമയം രാജ്യത്തിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയി മഴ പെയ്തേക്കാം. ആകാശം പൊതുവെ തെളിഞ്ഞതോ ഭാഗികമായി മേഘാവൃതമോ ആയിരിക്കും. അതിനാൽ ചില തീരപ്രദേശങ്ങളിൽ താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടുന്നത് മഴയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ ചില സമയങ്ങളിൽ മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നും റിപ്പോർട്ടിലുണ്ട്. കാറ്റ് കാരണം മണലും പൊടിയും ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത വേണം. രാജ്യത്തുടനീളം തണുപ്പേറിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് പരമാവധി താപനില 22 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രിയിൽ കുറഞ്ഞ താപനില 4 മുതൽ 11 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴാൻ സാധ്യതയുണ്ട്. കൂടാതെ പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പ് വളരെ കൂടുതലായിരിക്കും. അതിനാൽ പൊതുജനങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. അപ്രതീക്ഷിതമായ ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പറയുന്നത്. താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. മൂടൽമഞ്ഞുള്ള സമയങ്ങളിൽ വേഗത കുറച്ചും കൃത്യമായ അകലം പാലിച്ചും വാഹനം ഓടിക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശം കർശനമായി തന്നെ പാലിക്കണം. ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ അനിവാര്യമാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ ജാഗ്രതയോടെയും കരുതലോടെയും നേരിടാൻ നാം സജ്ജരാകണം. കാലാവസ്ഥാ വകുപ്പിന്റെയും പ്രാദേശിക അധികൃതരുടെയും ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുന്നത് ഈ ശീതകാലം സുരക്ഷിതമായി ആസ്വദിക്കാൻ നമ്മെ സഹായിക്കും. കാലാവസ്ഥ കാലനാകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്നത്. അത് കേരളത്തിലും ഇന്ത്യയിലും ഗൾഫിലും മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ വലിയ ഉരുൾപൊട്ടലുകൾ ഗ്രാമങ്ങളെ വിഴുങ്ങുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം പെയ്യുന്ന കനത്ത മഴ നഗരങ്ങളെ നിശ്ചലമാക്കുന്നു. അതിതീവ്രമായ ചൂട് കാരണം വടക്കേ ഇന്ത്യയിൽ മനുഷ്യർ പിടഞ്ഞു വീഴുന്നു. പ്രകൃതി നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ നാം കാണാതെ പോകരുത്. കാലാവസ്ഥാ വ്യതിയാനം എന്നതിനി വരാനിരിക്കുന്ന ഒന്നല്ല, അത് നമ്മോടൊപ്പം എത്തിക്കഴിഞ്ഞു. ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഈ ഭൂമി ഒരു ശവപ്പറമ്പായി മാറും. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. എന്തായാലും അധികൃതർ പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതേപടി പ്രവാസികൾ പാലിക്കണം. പ്രവാസികൾ അത്യാവശ്യ യാത്രകൾ മാത്രം ചെയ്യുക. അനാവശ്യമായ യാത്രകൾ കഴിവതും ഒഴിവാക്കുക. കാലാവസ്ഥാ മാറ്റത്തെ കരുതലോടുകൂടി നേരിടാം.